ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആൻഡ് എ വെരി ഹാപ്പി ഓണം. നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഓണം ചില ആൾക്കാർക്ക് ഓണം ഭയങ്കര ഗംഭീര സെലിബ്രേഷൻ ആയിരിക്കും. ചിലവർക്ക് ഓണം കുഞ്ഞു കുഞ്ഞു നമ്മളെപ്പോലെ ഒരു ചെറിയൊരു എന്താ പറയുക സദ്യയൊക്കെ ഒരുക്കി ചെറിയ വളരെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഒരു ദിവസമായിരിക്കും. പിന്നെ ചിലവർക്ക് ഓണം വേറെ പല കാരണങ്ങൾ കൊണ്ട് ചില വർഷങ്ങൾ സ്കിപ്പായി പോയില്ലേ, അങ്ങനെ ഉണ്ടാവും. അപ്പം നമുക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് കഴിഞ്ഞ വർഷം ഇപ്പോൾ എനിക്ക് കൺമണി ജനിച്ചതിന് ശേഷം ഈ ഒരു 4ാമത്തെ ഓണമാണ് കൺമണിയുടെ. ഈ ഒരു 4 ഓണവും ദൈവം അനുഗ്രഹിച്ചിട്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. കഴിഞ്ഞ ഓണത്തിന് ഞാൻ ദാവൺഗിരിയിലായിരുന്നു. ഈ ഓണം വീട്ടിൽ എനിക്ക് ഓണവും വിഷുവൊക്കെ വരുമ്പം വീട്ടിലേക്ക് ഓടി വരാൻ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. കാരണം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഓണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു ചൈൽഡ്ഹുഡാണ്. അപ്പം എനിക്ക് ഓണം ഞാൻ അവിടെയും സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് ഓണം കാണിച്ചു കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അശ്വിൻ കൺമണി ജനിച്ച വർഷമൊക്കെ ഇവിടെ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ നാട്ടിൽ പെൺകുട്ടികളാണെങ്കിൽ ഉത്രാടം ഭയങ്കരമായിട്ട് ഗ്രാൻഡായിട്ട് ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് കോടി ഉത്രാടം നമ്മളിവിടെ അവർക്ക് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. അതായത് അമ്മയുടെ ഫാമിലിയും അച്ഛൻ്റെ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, എല്ലാവരുടെ വീട്ടിലും ഓണവും വിഷുവൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമ്മളിലേക്കായിട്ട് ചുരുങ്ങാറാണ് സാധാരണ. അപ്പോൾ ഇന്ന് നമ്മുടെ ഫാമിലിയൊക്കെ വരുന്ന ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് മിനിറ്റിൽ അവർക്കും പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു പ്ലാൻ ഡ്രോപ്പായി. ഇപ്പം ഞാനും അച്ഛനും അമ്മയും കൺമണിയും മാത്രമേ. എനിക്ക് കഴിഞ്ഞ വർഷത്തെ എൻ്റെ ഓണത്തിനെ കുറിച്ച് ആലോചിക്കാൻ തന്നെ പേടിയാണ് കേട്ടോ. കാരണം ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ് ഇത്തിരി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി, 2 പായസം ഉണ്ടാക്കി. പിന്നെ അതിനുശേഷം പൂക്കളം അവിടുത്തെ അമ്മയോട് നമ്മൾ പൂക്കളം ഇടുമെന്ന് ചോദിച്ചു. പക്ഷെ അമ്മയ്ക്ക് പൂക്കളം ഇടുന്നതിൻ്റെ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അമ്മ ആദ്യം ഇട്ടത് ശരിയായില്ല. പിന്നെ ഞാൻ വന്നിട്ട് അതൊക്കെ ശരിയാക്കി കൊടുത്തു. അങ്ങനെ ഫുള്ള് പണിയായിരുന്നു കേട്ടോ. ഇവിടെ ഇപ്പോൾ അമ്മ പറഞ്ഞു സദ്യ അമ്മയുടെ ഡ്യൂട്ടിയാണ്, അതിലൊരു 2 ഐറ്റം മാത്രം ഞാൻ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. പൂക്കൾ എന്നോട് ഇടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഫസ്റ്റ് വിളക്ക് വയ്ക്കാം, പിന്നെ നമുക്ക് പൂക്കളത്തിൻ്റെ പരിപാടി തുടങ്ങാം, അതിനുശേഷം നമുക്ക് അടുക്കളയിൽ കയറാമല്ലോ. അപ്പോൾ അതുവരെ അപ്പോഴേക്കും അമ്മയുടെ ഐറ്റംസൊക്കെ റെഡിയാക്കും. പിന്നെ എന്താ പറയുക, നമ്മൾ മാത്രം ഉള്ളതുകൊണ്ട് ഒത്തിരി രാവിലെ എഴുന്നേറ്റിട്ട് സ്ട്രെസ് ആവണ്ടെന്ന് വിചാരിച്ചു കേട്ടോ, അമ്മയാണെങ്കിലും ഞാനാണെങ്കിലും. അപ്പം നമ്മൾ എഴുന്നേറ്റപ്പോഴേക്കും ഞാൻ 6:30 എഴുന്നേറ്റ്, ഇപ്പം സമയം 6:45. എഴുന്നേറ്റ് കുളിച്ചു കേട്ടോ രാവിലെ തന്നെ. എനിക്ക് രാവിലെ എഴുന്നേറ്റ് തല കുളിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഇപ്പോൾ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ എനിക്ക് ദേഹം കഴുകുന്നതിന് കുഴപ്പമില്ല, പക്ഷെ രാവിലെ എഴുന്നേറ്റിട്ട് കുളിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചടങ്ങാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് പോകണമല്ലേ. അങ്ങനെ നമ്മളിനി വിളക്ക് വെക്കണം. വിളക്ക് വെച്ചിട്ട് നമുക്ക് പൂക്കളിടാം. പൂക്കളിടാൻ ചെറിയൊരു സ്ഥലം മാത്രമേ ഉള്ളൂ. കാരണം പുറത്ത് പൂക്കളിടാൻ എനിക്കൊരു ധൈര്യമില്ല. ഞാൻ പൂവൊക്കെ വാങ്ങിച്ചോണം കേട്ടോ ഇന്നലെ പോയിട്ട്. പക്ഷേ ഇപ്രാവശ്യം ഒത്തിരി പൂവൊന്നും വാങ്ങിച്ചില്ല, കുറച്ച് പൂ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പുറത്തിടാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ധൈര്യമില്ല. പുറത്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പം അത് മോശമായി പോകും. ഞാനുണ്ടല്ലോ കഴിഞ്ഞ വർഷമൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ പൂക്കളിടാൻ അത്ര ഒന്നും എക്സ്പേർട്ടൊന്നുമല്ല ഞാൻ. പക്ഷേ ഇപ്പം ഞാൻ മാത്രമല്ലല്ലോ ഇവിടെ ഇടാൻ. അപ്പോൾ എനിക്ക് പൂക്കളെ നന്നാക്കണം. ആദ്യത്തെ വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺമണി ചെറിയ ബേബിയാണ്, 3 മാസമായിട്ടുള്ളൂ. അപ്പം അവൾക്ക് പ്രശ്നമൊന്നുമില്ല. അവൾ ഇങ്ങനെ കിടത്തിയെടുത്ത് കിടക്കുന്ന കൊച്ചാകും. അപ്പോൾ അവളത് നശിപ്പിക്കുകയും ചെയ്യില്ല. 2ാമത്തെ വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളിങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അപ്പോൾ അവൾക്ക് ഇങ്ങനെ അതിങ്ങനെ നശിപ്പിക്കണം, അവൾക്കിങ്ങനെ വരണം, അവിടെ ചാടണം എന്നൊക്കെയായിരുന്നു. എന്നിട്ട് ഞാൻ അവളെ വാതിലടിച്ചിട്ട് അതിൻ്റെ അകത്തിരുത്ത് അവളിങ്ങനെ നോക്കി. ആ ഒരു വീഡിയോ എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. അവൾ ജനലിങ്ങനെ പിടിച്ചിട്ട് കരയായിരുന്നു. ഞാനും അവൾക്ക് വരണം, അവൾ കരയായിരുന്നു. പിന്നത്തെ വർഷം പിന്നെ അവിടെ ആയിരുന്നു. അവിടെയുള്ള വർഷം അവൾ അത് മോശമാക്കിയില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കുന്നു ഞാനിന്ന് കഷ്ടപ്പെട്ടിട്ട് പൂക്കളിടുമ്പോൾ അവളത് കളയില്ല എന്ന്. ഇപ്പം കളയില്ല, പറഞ്ഞാൽ ചിലപ്പം കേൾക്കും. എന്നിട്ട് ആ 2ാമത്തെ വർഷം അവൾ നെക്സ്റ്റ് ഡേ നമ്മളതിനെ എടുക്കുന്ന സമയത്ത് അവളുടെ അടുത്ത് പറഞ്ഞു, വായിന് നീ അതൊക്കെ തൊട്ടോന്ന് പറഞ്ഞപ്പോൾ അവളുടെ ആ സന്തോഷം കാണാതെ ഇങ്ങനെ എടുത്തെടുത്തിങ്ങനെ മുകളിലേക്ക് കയറിയായിരുന്നു. അപ്പോൾ കൺമണിയുടെ സന്തോഷമല്ലേ നമുക്ക് ഏറ്റവും വലുത്. അപ്പോൾ കൺമണിക്ക് സദ്യയിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, പക്ഷേ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾ പുതിയ ഡ്രസ്സൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അവൾ 2-3 ദിവസമായി പറയുന്നു എൻ്റെ പുതിയ ഡ്രസ്സ് ഓണം ഡ്രസ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവളുടെ പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ പഴയ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ഓണക്കോടി എന്നുള്ള സംഭവം ഞാൻ വാങ്ങിച്ചത് ആ ഫോട്ടോഷൂട്ടിനിട്ട് സാരിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു മുന്നേ ഒരു ഡ്രസ്സ് മതിയല്ലോ, കാരണം ഷൂട്ട് എന്താ കുറച്ച് സമയത്ത് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ സാരിಯನ್ನು ഉടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് മഴ, ഞാൻ പറഞ്ഞില്ലേ ആ സാരിയുടെ അടിവശം മൊത്തം
മൊത്തം മോശമായി പോയിട്ടോ. അപ്പോൾ അത് ഉടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ഇന്ന് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഞാനൊരു സാധാരണ ഡ്രസ്സ് ഇട്ടു. ഇനി നമുക്ക് ഏതെങ്കിലും സെറ്റ് മുണ്ടോ സെറ്റ് സാരിയോ ഓൾറെഡി യൂസ് ചെയ്തത് കേട്ടോ. നമുക്കിങ്ങനെ പുതിയതൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. കൺമണിക്കുണ്ട്. ഞാൻ വിചാരിച്ച ഏതെങ്കിലും ഒന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സമയം കളയാനില്ല, പെട്ടെന്ന് പോയിട്ട് നമുക്ക് വിളക്ക് വയ്ക്കാം, എന്നിട്ട് പൂക്കളിടാം. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പൂക്കളം പരിപാടിയിലേക്ക് പോവാം. ഞാൻ ഇത്ര പൂവേ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ ഇരുന്നിട്ട് അത്തപ്പൂക്കളത്തിൻ്റെ ഒക്കെ ഡിസൈനൊക്കെ നോക്കുമായിരുന്നേ. എൻ്റെ കളിയൊക്കെ കണ്ടാൽ വിചാരിക്കും ഞാൻ ഭയങ്കര പ്രോ ആണ് ഇതിലൊക്കെയാണ്. പക്ഷെ ഒരു കാര്യമില്ല കേട്ടോ, വെറുതെ നോക്കുന്നതേ ഉള്ളൂ. ഏറ്റവും സിമ്പിളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇടാമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലോ ഞാനിങ്ങനെ ചെറുതിടാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എപ്പോഴും ചെറിയൊരു അത്തപ്പൂക്കളാണ് എൻ്റെ പ്ലാനിൽ ഉണ്ടാവുക. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് നമ്മുടെ കയ്യിൽ പൂവുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് പോയപ്പോഴേക്കും അതങ്ങ് ഒത്തിരി വലുതായി പോയിട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ വലുതായി എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിന് മുന്നിൽ നമ്മൾ ഇട്ടിട്ട് നമുക്ക് വീട്ടിനകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. ആ ഒരു വഴിയൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചു, അത്രയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ ബുദ്ധിപൂർവ്വം വളരെ കുറച്ച് പൂ മാത്രമേ കൊണ്ടുവന്നുള്ളൂ. നമുക്കിതൊക്കെ വെച്ചിട്ട് ഉള്ളതുപോലെ നമുക്ക് പൂക്കളിടാം. ഈ ഒരു പൂ നമ്മൾ അന്ന് ഫോട്ടോഷൂട്ടിൻ്റെ ദിവസം വാങ്ങിച്ചൊരു പൂവായിരുന്നു. അന്ന് വില ഭയങ്കര കുറവായിരുന്നു കേട്ടോ. കാരണം ഇന്നലെ ആണെങ്കിലും ഭയങ്കര പൈസയായി എല്ലാത്തിനും. എന്നാലും ഞാനൊരു 200 രൂപയ്ക്കുള്ള പൂ മാത്രമേ വാങ്ങിച്ചുള്ളൂ. കഴിഞ്ഞ വർഷമല്ല അതിൻ്റെ മുന്നത്തെ വർഷം എന്താ സംഭവിച്ചതെന്നറിയോ, നമ്മളിങ്ങനെ പൂ വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോഴേക്കും കുറച്ച് ലേറ്റായി, വൈകുന്നേരമായി. അപ്പോഴേക്കൊരു മഴയും ചാറി. അതുകൊണ്ട് തന്നെ അവർക്ക് ആരും പൂവൊന്നും വാങ്ങിക്കാൻ വരുന്നില്ല. അങ്ങനെ കുറേ പൂ എനിക്ക് വെറുതെ കിട്ടിയിട്ടോ ആ സമയത്ത്. അപ്പോഴേക്കും എന്താ നമുക്ക് പൂക്കൾ അത്രയും വലുത്, നമ്മുടെ പണ്ട് സ്കൂളിലൊക്കെ പൂക്കളിടില്ല, അത്രയും വലിയ പൂക്കളായി എൻ്റെ പൂക്കളം. അത് ഇടുന്നതല്ല എൻ്റെ ഈശ്വര, എന്തൊരു മെനക്കെട്ട, ഇത്രയും ഒറ്റയ്ക്ക് ചെയ്യണ്ടേ. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. സ്കൂളിൽ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയുന്നില്ലല്ലോ, നമുക്ക് എല്ലാവരും ഉണ്ട്. സ്കൂളിലൊക്കെ എൻ്റെ പരിപാടി ഇതുപോലെ പിച്ചി കൊടുക്കലായിരുന്നു കേട്ടോ. അല്ലാതെ ഞാൻ ഡ്രോയിങ്ങിലൊന്നും അത്ര എക്സ്പേർട്ടൊന്നും അല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന ആളായിരിക്കും മറ്റേ ഒരു ചോക്ക് പീസും കയറൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ, കയറല്ല ഒരു നൂലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കളമൊക്കെ വരയ്ക്കുന്നത്. നമ്മുടെ മെയിൻ പരിപാടി ഒന്നെങ്കിലും പൂവൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ പിച്ചി കൊടുക്കുക. ഇതായിരുന്നു എൻ്റെ പരിപാടി കേട്ടോ. ഞാൻ ആർക്കും ബുദ്ധിമുട്ടാക്കാതെ ഒരുവിധം സെൻറ്ററിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് പൂവേ ഉള്ളൂ കേട്ടോ. എല്ലാം നോക്കുമ്പോഴേക്കും ഒരുപാട് പൂവൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ തൊല്ലിയെടുക്കാൻ കുറേ സമയമെടുത്തു. ഞാൻ ഈ ഒരു സമയത്താണ് കേട്ടോ ഒരു സിബ്ലിങ്ങിനെ ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ അനിയത്തിയോ ചേച്ചിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതല്ലേ, അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യില്ലേ. എനിക്കില്ല, അതുകൊണ്ട് എനിക്ക് വല്ലാണ്ട് വിഷമമായിപ്പോയി. ഒറ്റയ്ക്ക് എന്നൊക്കെ ചെയ്യണ്ടേ. പക്ഷെ എനിക്ക് ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് എപ്പോഴും ഓർമ്മ വരിക ചെറുപ്പത്തിലുള്ള ഓണമാണ് കേട്ടോ. അതായത് എൻ്റെ ഒരു 7th വരെയുള്ള ഓണം നല്ല ഓണമായിരുന്നു. ഞങ്ങൾ അച്ഛൻ്റെ നാട്ടിലായിരുന്നു. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൂവൊക്കെ അവിടെ തന്നെ കിട്ടും. ഹനുമാൻ കിരീടവും കോളാമ്പിയും പിന്നെന്തായിരുന്നു ഈ ചെണ്ടുമല്ലിയൊക്കെ അവിടെ ഓരോ വീട്ടിലൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മളിങ്ങനെ പോയി ഓരോ വീട് കയറിയിട്ട് നമ്മൾ പൂവൊക്കെ പറിച്ചിട്ട് വരും, ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട്. നല്ല ഭംഗിയായിരുന്നു ആ ഒരു സമയത്ത്. നമ്മൾ 10 ദിവസം പൂക്കളിടുമായിരുന്നു വീട്ടിൽ. 10 ദിവസം, ഒരു മാസം നമ്മൾ ഇടാറുണ്ടായിരുന്നില്ല, 10 ദിവസം നമ്മൾ പൂക്കളിടും. പിന്നെ കുറേ ഇങ്ങനെ കളറുള്ള ഇലകളൊക്കെ വരില്ലേ ഓരോ ചെടി, എനിക്കതിൻ്റെ പേരൊന്നും അറിയില്ല. അപ്പോൾ ആ ഒരു ചെടീൻ്റെയൊക്കെ ഇലയൊക്കെ നമ്മളിങ്ങനെ മുറിച്ചിട്ടൊക്കെ ഇടുമായിരുന്നു. കാരണം ഒരുപാട് പൂവൊക്കെ വേണ്ടേ, അപ്പം എല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല. പിന്നെ ചെമ്പരത്തി, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യും കേട്ടോ. അതുപോലെ ഒരു പച്ച കളർ ഇലയുണ്ടായിരുന്നു. അത് ഈ മതിലിൻ്റെ അടുത്തൊക്കെ, അതായത് മതിലിനും തിട്ടയുടെ ഒക്കെ അടുത്ത് ഇങ്ങനെ വളരുന്നൊരു നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ഗ്രീനുള്ളൊരു ഇല.
ആ ഇലയും നമ്മൾ പൂക്കളത്തിലിടുമായിരുന്നു. പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ പൂവായിട്ട് കൊണ്ടുപോകണമല്ലോ. പിന്നെ ഒരു കുറച്ചുകൂടി വലിയ വലിയ ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്കും അവർ പറയാൻ തുടങ്ങി ഇലകളൊന്നും ഇടാൻ പാടില്ല, പൂക്കളത്തിൽ പൂ മാത്രമേ ഇടാൻ പാടുള്ളൂ എന്നൊക്കെ. അതൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ ആ ഒരു സമയത്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഓർമ്മകളാവട്ടെ, നമ്മളൊരു ടൈം ആവട്ടെ, അപ്പോൾ എനിക്കൊരു ഓർമ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പോൾ ചെറിയ ചെറിയ മഴ, ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ചെറിയ മഴയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് എൻ്റെ മെയിൻ പരിപാടി, ഒത്തിരി വലിയ പൂക്കളൊന്നും ആയിരിക്കില്ലല്ലോ, അപ്പോൾ ചെറുതല്ലേ, ഞാനൊരു കുട പിടിച്ചിട്ട് ആ പൂക്കളത്തിനെ രക്ഷിക്കുകയാണ് എൻ്റെ മെയിൻ പരിപാടി, വെള്ളം നനയാതെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നല്ല ഓണം എന്ന് പറയുമ്പോൾ എപ്പോഴും എനിക്ക് അത് മാത്രമേ ഓർമ്മ വരുള്ളൂ കേട്ടോ. പിന്നെ എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ പയ്യന്നൂർക്കും വന്നതിന് ശേഷം, അതായത് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് വന്നത്. അതിനുശേഷം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 വർഷം, ആ 4 വർഷം നമ്മൾ പയ്യന്നൂരുണ്ടായിരുന്നു. അതായത് 9, 10, +1, +2 ആ ടൈമിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും അച്ഛനും അമ്മയും അമ്മമ്മയും അച്ഛമ്മയും എല്ലാവർക്കും വയ്യാതൊക്കെ ആയി, ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവർ രണ്ടുപേരുടെ ഒരു മരണം. അപ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക 4 വർഷം അങ്ങനെ തന്നെ പോയി കേട്ടോ. 4 വർഷം പ്രത്യേകിച്ച് ഒരു സെലിബ്രേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു സെലിബ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ നടത്തുന്ന അത്തപ്പൂക്കളും പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന ഒരു സദ്യയായിരുന്നു കേട്ടോ എൻ്റെ ഒരു ഓർമ്മ ആ ഒരു 4 വർഷം. പിന്നെ നമ്മൾ ദാവൺഗിരിയൊക്കെ പോയതിന് ശേഷം ഞാൻ വീട്ടിൽ ഓണം കൂടിയിട്ടേ ഇല്ല, വളരെ കുറവാണ്. പിന്നെ ഓണം കൂടുന്നത് കണ്ണു ജനിച്ചതിന് ശേഷമാണ് കേട്ടോ. കണ്ണുവിൻ്റെ ഫസ്റ്റ് കോടി ഉത്രാടം അത് നമ്മൾ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. അന്നാണ് ഞാൻ ഇത്രയും വലിയൊരു പൂക്കളിടുന്നത്, ഒരുപാട് സദ്യ കഴിക്കുന്നത്. അന്ന് മുതൽ എനിക്ക് കൺമണിക്ക് എൻ്റെ ചൈൽഡ്ഹുഡിൽ എനിക്കുണ്ടായ ആ ഒരു കാര്യം ഉണ്ടല്ലോ, അത് അവർക്കും കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അതുകൊണ്ടാണ് മാക്സിമം നമ്മൾ ഇവിടെ വീട്ടിൽ വരുന്നത്. കാരണം ദാവൺഗിരിയിൽ നമുക്ക് സ്പേസും കാര്യങ്ങളൊക്കെ കുറവാണ്, ഒക്കെ കളിക്കാനാണെങ്കിലും എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിലും ഒക്കെ ഭയങ്കര കുറവാണ്. അപ്പം ഇവിടെ ആകുമ്പം അതിനൊക്കെ സൗകര്യമുണ്ട്. അവൾ പുറത്തൊക്കെ കളിക്കണം, അവൾ ഇതൊക്കെ കാണണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അതാണ് നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഇങ്ങോട്ട് ഓടി വരാം കേട്ടോ. അപ്പോൾ ഇത് അവളുടെ 4ാമത്തെ ഓണമാണ്. അവൾ നല്ല മൂഡിലുണ്ടായാൽ മതിയായിരുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. കാരണം ഞാൻ എപ്പോഴും അങ്ങനെ വിചാരിക്കും സിമ്പിളായിട്ട് ചെയ്യാമെന്ന്. പക്ഷെ ചെയ്ത് പോകുമ്പോൾ പൂവും കൂടുതലുണ്ടാകുമ്പോൾ ഇങ്ങനെ വലുതായി പോവും. ഇന്ന് നമ്മൾ കുറച്ച് പൂവേ ഞാൻ അതുകൊണ്ട് വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് സംഭവം സെറ്റാക്കാം. എനിക്ക് തോന്നുന്നു നടുക്കിടാൻ വേണ്ടിയിട്ട് ഒറ്റ എന്താ പറയുക ഒരു വലിയ പൂവായിട്ടൊന്നും എൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഈ വാടാമല്ലീനെ നമുക്ക് സെൻറ്ററിൽ പ്ലേസ് ചെയ്താലോ. വേറെ പൂവൊന്നുമില്ലല്ലോ, വേറെ പൂവൊന്നുമില്ല. അപ്പം വാടാമല്ലീനെ സെൻറ്ററിൽ പ്ലേസ് ചെയ്തു. ഞാൻ ഇത്രയും ചെയ്തൊപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ ഉദ്ദേശിച്ചൊരു പാറ്റേൺ ഒന്നുമല്ല, പക്ഷേ ചെയ്ത് വന്നപ്പോഴേക്കും ഈ ഒരു ഡിസൈനിലേക്ക് ആയിട്ടുണ്ട്. നമുക്ക് ഫുൾ ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ. ഞാൻ ഈ ക്യാമറയിൽ നോക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ തന്നെ ചെയ്യുമ്പം എനിക്ക് ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് വരും, ഏതെങ്കിലും ഒരു ഭാഗം കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോൾ അത് ഈ ക്യാമറയിൽ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവുമല്ലോ. അങ്ങനെ 1 മണിക്കൂർ കൊണ്ട് ഞാനത് പൂക്കളം റെഡിയാക്കി. പക്ഷേ എല്ലാ പ്രാവശ്യവും പൂക്കളം ഉണ്ടാക്കുമ്പോൾ അവസാനം അത് ഒരേ പാറ്റേണിൽ തന്നെ വരുന്നുണ്ടോ സംശയമുണ്ട്. കാണിച്ചു തരാം കേട്ടോ. അതാണ് എൻ്റെ പൂക്കളം. അങ്ങനെ എന്താ പറയുക പെർഫെക്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സാധാരണ എനിക്ക് ഈ ഒരാൾ ഇപ്പം യൂഷ്വലി ഞാൻ പൂക്കളിടുമ്പം അച്ഛനെ ഞാൻ അവിടെ നിർത്തും. എന്നിട്ട് ഞാൻ പറയും ഇത് പെർഫെക്റ്റ് റൗണ്ട് ആണോ നോക്കുക, അവിടെ ഷേപ്പ് ഉണ്ട് ഇവിടെ ഷേപ്പ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അച്ഛനെ ഞാനിങ്ങനെ തല തിന്നു. പക്ഷെ അച്ഛൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷമമാണ്, ഞാൻ കൊള്ളൂല എന്ന് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിഷമമാണ് പോകുന്നത്. അതുകൊണ്ട് അച്ഛൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂപ്പർ അതൊരു കുഴപ്പമില്ല പറയും. അപ്പം ഞാൻ പറയും ഇല്ല കാര്യമായിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് അച്ഛനാണ് സാധാരണ എനിക്ക് ഈ ചെറിയ ചെറിയ കറക്ഷൻസൊക്കെ പറഞ്ഞുതരാം. പക്ഷേ ഇന്ന് അച്ഛന് ചെറിയൊരു പനിയുടെ കോളുണ്ട്. അപ്പോൾ അച്ഛൻ പനി പിടിച്ചിട്ട് ചുമയൊക്കെ ആയിട്ട് അച്ഛൻ എഴുന്നേറ്റിട്ടില്ല, റൂമിൽ തന്നെ കിടക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് ഹെൽപ്പൊന്നുമില്ല. അമ്മേനെ ഞാൻ സദ്യ ഉണ്ടാക്കുന്ന തിരക്കിനകത്ത് വിളിച്ച് ഞാൻ പറഞ്ഞു അമ്മ ഒന്ന് നോക്കുമോ ഷേപ്പ് ഉണ്ടോ നോക്കുമോ എന്ന് വിളിച്ചിട്ട് 2 പ്രാവശ്യം വിളിച്ചു. അമ്മ ഓടി വന്നിട്ട് പറഞ്ഞു എല്ലാം അടിപൊളിയാണ്, ഷേപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ അതേപോലെ ഓടിപ്പോയി. പിന്നെ രണ്ടാമത് വിളിച്ചു പറഞ്ഞു അവിടെ കൂടുതലാണ് ഇവിടെ കൂടുതലാണ്, നീ ശരിയാക്കിക്കോ എന്ന് പറഞ്ഞിട്ട്
പോയി കേട്ടോ. കാരണം അമ്മയ്ക്ക് സമയമില്ലാന്ന്. പക്ഷെ സമയമില്ല എന്ന് പറഞ്ഞിട്ട് 8:45 അമ്മ എന്നോട് വന്നിട്ട് പറയാം, എല്ലാ ഐറ്റവും റെഡിയായി, ഇനി നീ ഉണ്ടാക്കേണ്ടത് മാത്രമേ ബാക്കിയുള്ളൂ എന്ന്. അമ്മ രാവിലെ എന്നിട്ട് പെട്ടെന്ന് ഇപ്പം നമ്മൾ ഇന്നലെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മനടുത്ത് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം, പ്ലസ് പുളിയിഞ്ചി ഇന്നലെ ഉണ്ടാക്കാം. പുളിയിഞ്ചി ഇന്നലെ ഉണ്ടാക്കി എല്ലാം കട്ട് ചെയ്ത് വെച്ചു. പിന്നെ തേങ്ങ ചിരകി വെച്ചു. തേങ്ങ ചിരകലാണ് ഏറ്റവും വലിയ പണി, എനിക്ക് ഇഷ്ടമില്ലാത്ത പണിയാണ്. അപ്പോൾ തേങ്ങ മൊത്തം ഇന്നലെ തന്നെ ചിരകി വെച്ചുകൊണ്ടെങ്കിൽ നമുക്കിന്ന് വലിയ പണിയില്ല, എല്ലാം എടുത്തിട്ട് വറവിലിട്ടാൽ മതിയല്ലോ. അപ്പോൾ അമ്മ പെട്ടെന്ന് സദ്യയുടെ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ കൊണ്ട് കാണിക്കാം കേട്ടോ. പക്ഷെ ഞാൻ എൻ്റെ ഒരു പൂക്കളം എത്ര മാർക്ക് കൊടുക്കാം? ഒരു 6 കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം പറയാൻ മാത്രമൊന്നുമില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പം പുറത്ത് പൂക്കളിടാൻ എനിക്ക് ഇടയ്ക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനൊരു സൂത്രം കാണിച്ചു തരട്ടെ. ഞാനെങ്ങാനും പുറത്ത് ഇപ്പം പൂക്കളിട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ എന്താവുമായിരുന്നു ഈശ്വര. ഇത്തിരി വലിയ കുട പോലും ഇല്ല എനിക്ക്. കുറച്ച് സമയം മഴ കാണാം അല്ലേ, എന്നിട്ട് പോയിട്ട് അമ്മേനെ ഹെൽപ്പ് ചെയ്യാം. ഹാപ്പി ഓനം ഓനം. ഒരു സർപ്രൈസ് കാണിച്ചു തരട്ടെ, നോക്ക്. ഇങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? പുതിയ ഡ്രസ് ഇട്ടിട്ട് കുളിക്കണം, കുളിച്ചിട്ട് പുതിയ ഡ്രസ് ഇട്ടിട്ട് ഞാൻ പോയിട്ടില്ല അച്ഛോ, മഴ വന്നില്ലേ? ഫോണിലേക്ക് നോക്കി പറ. പൂക്കളം തൊട്ട് മെല്ലെ തൊട്ടണം, കളയാൻ പാടില്ല. അടിപൊളി അടിപൊളി. അങ്ങനെ തൊട്ടോട്ടോ, അങ്ങനെ തൊട്ടാ മതി. അവിയലോ? ഓക്കെ. ഇതോ എരിശ്ശേരി, എരിശ്ശേരി എരിശ്ശേരി കൂട്ടുകറി. ഇത് കാളം കാണുന്നതേ ഇല്ലല്ലോ. മതി മതി. പുളിയും ചേർക്കും. ബോക്സിലാ? ഇതാ സാമ്പാറാവുന്ന ഈ ചെറിയ ഡബലാ. അമ്മനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓലനും പായസവും എൻ്റെ വകയാണെന്ന്. അപ്പോൾ പായസം എന്ന് പറയുമ്പോൾ വലിയ പായസമൊന്നുമല്ല, ഇൻസ്റ്റൻറ്റ് പാലടയാണ് കേട്ടോ. അപ്പോൾ പായസം ഞാൻ ഉണ്ടാക്കാം. പിന്നെ ഓലൻ കുമ്പളങ്ങ ഓലൻ അതും ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. കാരണം അത് ഞാൻ നന്നായിട്ട് ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നി. കാരണം ഞാൻ അന്ന് ചെയ്തപ്പോൾ നല്ല റെസിപ്പി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുണ്ടാക്കി എല്ലാവരും ഒന്ന് ഞെട്ടിക്കാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചായയായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടി പോവാം. കാരണം ഇപ്പോൾ സമയം 9 മണി ആയതേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ വൈകിട്ടിലേക്ക് കഴിച്ചാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എനർജി കിട്ടുമല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചട്നി, അതിൻ്റെ കൂടെ 1 ലിറ്റർ ചായ. ഈ ചായ കാണാൻ ലുക്കില്ല, പൊടി കുറഞ്ഞു പോയോ എന്തോ. കണ്ണു പകുതി കഴിച്ചിട്ട് കണ്ണു പോയിട്ടുണ്ട്, കണ്ണിപ്പോൾ വരും. ഞാൻ ഓലൻ്റെ ഇത് സംഭവങ്ങളൊക്കെ വേവിക്കാൻ വെച്ചു. ഇനി അതിൽ തേങ്ങാപ്പാൽ എടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. പിന്നെ പായസം, അതുകൂടെ കഴിഞ്ഞാൽ ഫുൾ സദ്യ റെഡി അല്ലേ അമ്മ? ഇല്ല, പപ്പടം കാച്ചണം, അത് ലാസ്റ്റ്. അപ്പം ഞാൻ ഓലൻ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഈ ഓലൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റാണെന്ന് ഞാൻ അറിഞ്ഞിട്ട് 1 വർഷമായതേ ഉള്ളൂ. കാരണം നമ്മൾ ചെറുപ്പത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിൽ, എൻ്റെ വീട്ടിൽ ഇവർക്ക് ഓലൻ വെക്കാൻ അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഓലൻ എന്ന് പറയുന്ന സംഭവം എൻ്റെ അമ്മയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ആയിരുന്നില്ല. അന്നത്തെ കാലത്ത് അച്ഛൻ്റെ അമ്മയൊക്കെ ആയിരുന്നു ഓലൻ വെച്ചുകൊണ്ടിരുന്നത്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തേങ്ങാപ്പാലും കാര്യങ്ങളും ഒന്നും ഒഴിക്കില്ലേ, വെറുതെ ഇങ്ങനെ വേവിച്ചിട്ട് പുഴുങ്ങിയതുപോലെ എനിക്ക് തോന്നി കേട്ടോ അത്. അപ്പോൾ ആദ്യം ഞാൻ കഴിച്ചപ്പം എനിക്കത് ഒട്ടും ടേസ്റ്റ് ഇല്ല. പിന്നെ എപ്പോഴും കഴിച്ചു, അപ്പോഴും വലിയ ടേസ്റ്റ് ഇഷ്ടമില്ല. പിന്നെ എനിക്ക് ഓലൻ എന്ന് പറയുന്ന സംഭവം എനിക്ക് ഇഷ്ടമില്ലാണ്ടായി. അങ്ങനെ പിന്നെ അമ്മ ഞാൻ കഴിക്കാത്തതുകൊണ്ട് പിന്നെ ഉണ്ടാക്കാറുമില്ല വീട്ടിൽ, കുറഞ്ഞുപോയി.
അപ്പോൾ ഇവർ ഈ വീട്ടിൽ ഇതുപോലത്തെ ഉണ്ടാക്കി തന്നതുകൊണ്ട് തന്നെ നമ്മൾ സദ്യക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അതിനോടൊരു അയ്യോ ഇത് ഓല വേണ്ട, ഇങ്ങനൊരു ആറ്റിറ്റ്യൂഡാണ് എൻ്റെ. അങ്ങനെ ഞാൻ എൻ്റെ 30 വർഷം 29 വർഷം എൻ്റെ എല്ലാ സദ്യയും ഞാൻ ഓലൻ മിസ്സാക്കി എന്ന് പറയുന്നതായിരിക്കും സത്യം. പക്ഷെ അതൊരു വലിയ എന്താ പറയുക, വലിയ നഷ്ടമാണെന്ന് എനിക്ക് കഴിഞ്ഞ വർഷം ഞാനിത് ഫസ്റ്റ് ടൈം ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കി കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടോ. ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് അത് നന്നായി ഞാൻ പറയുന്നില്ല, പക്ഷേ എനിക്ക് റൈറ്റ് റെസിപ്പി എനിക്ക് കിട്ടിയതുകൊണ്ടായിരിക്കും അതെനിക്ക് വളരെ ടേസ്റ്റ് ചെയ്ത് തോന്നിയത്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. ഞാൻ അതിൻ്റെ റെസിപ്പിയും കൂടെ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ റെസിപ്പി ചെയ്തിട്ടുണ്ട്, എത്ര പേര് കണ്ടിട്ടുണ്ടാവില്ല, കാരണം 1 വർഷം പഴയ വീഡിയോ അല്ലേ. ഞാൻ ഇന്നലെ രാത്രി വൻപയർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ എന്ത് ചെയ്തു, ആ വൻപയറിന് ഒരു 2 വിസിലടിച്ചു. പിന്നെ നമ്മുടെ കുമ്പളങ്ങ ഉണ്ടല്ലോ, കുമ്പളങ്ങ കുറച്ച് ചെറുതായിട്ട് വളരെ തിന്നായിട്ട് മുറിച്ചു കേട്ടോ. ഇതുപോലെ തിന്നായിട്ട് മുറിച്ചു. എന്നിട്ട് ആ കുമ്പളങ്ങേനും ഞാനൊരു 1-2 വിസിൽ, 2 വിസിൽ, ഇന്ന് 2 അടിച്ചപ്പോഴേക്കും കുറച്ചധികം വെന്തുപോയോ സംശയമുണ്ട്. അധികം വേവണ്ട, അതിങ്ങനെ കുഴയണ്ട, സോറി. അപ്പോൾ അങ്ങനെ വേവിച്ചെടുത്തു. ഇനി അതിലേക്ക് ഞാൻ 2ാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കും. ആ 2ാം പാൽ നന്നായിട്ട് വറ്റി വരുന്നത് വരെ കുറച്ച് നന്നായിട്ട് വറ്റട്ടെ, കാരണം ഇതൊട്ടും ഇങ്ങനെ ഒഴുകിപ്പോകുന്ന കറിയല്ലല്ലോ. അപ്പോൾ ആ 2ാം പാൽ നന്നായിട്ടൊന്ന് കുറച്ച് കുറുകി വറ്റി വന്നിട്ട് നമുക്ക് 1ാം പാൽ ഒഴിക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് എരിവിനനുസരിച്ച് പച്ചമുളകും കറിവേപ്പിലയും ലാസ്റ്റ് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓലൻ റെഡിയായി. ഈ ഓലൻ അടിപൊളിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വീട്ടിൽ വന്നിട്ട് ഞാൻ 2ാം പാൽ ഒഴിക്കാൻ പോവാണേ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഓണം റെസിപ്പീസിൻ്റെ ഒരു ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഓണം റെസിപ്പി സീരീസ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഓലൻ ആക്ച്വലി എനിക്കത് ഓലനാണ് ഞാൻ ആദ്യം ഉണ്ടാക്കിയൊരു റെസിപ്പി. ഓലനിലാണ് ഞാൻ കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഒരുപാട് വേറെ വേറെ ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മറ്റേ പൈനാപ്പിൾ പായസം, പൈനാപ്പിൾ പച്ചടി, അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതൊന്നുമില്ല. ഇപ്രാവശ്യം നമ്മുടെ നാട്ടിലെ സാധാരണ നമ്മുടെ സദ്യയിൽ കിട്ടുന്ന ഐറ്റംസൊക്കെയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പായസം കൂടി ഉണ്ടാക്കാൻ പോവാണ്. പായസം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലട. എനിക്ക് പാലട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, സദ്യ പാലട, ഇൻസ്റ്റൻറ്റ് പാലട, ഡബിൾ ഹോർസിൻ്റെ പാലട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പാലട വാങ്ങിച്ചിട്ട്, കഴിഞ്ഞ ഓണത്തിനാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, എപ്പോഴും ഒരു പ്രാവശ്യം ഇവിടെ വീട്ടിൽ വാങ്ങിച്ചിട്ട് അതെന്താണെന്നറിയോ, ഇങ്ങനെ പിരിഞ്ഞു പോയതുപോലെ ആയിട്ടോ. അപ്പം നമ്മൾ അന്ന് കുക്കറിലാണ് ഉണ്ടാക്കിയെന്ന് എനിക്ക് സംശയം. കുക്കറിൽ ഉണ്ടാക്കിയിട്ട് അതൊരു പിരിഞ്ഞ പോലെ ആയി. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു വെറുതെ റിസ്ക് എടുക്കണ്ട, ആകെപ്പാടെ ഈ ഒരു പാക്കറ്റേ വാങ്ങിച്ചുള്ളൂ. കാരണം ഒന്നാമത് പായസം വലിയ താല്പര്യം ആർക്കും ഇല്ല ഇവിടെ, അച്ഛനും ഇല്ല, പിന്നെ അമ്മയും ഞാനാണ് പായസം കുടിക്കുന്നത്, കൺമണിയും കുറച്ചേ കുടിക്കുള്ളൂ. അപ്പോൾ പിന്നെ ഒന്ന് മതി, ഇങ്ങനെ ഒത്തിരി ഷുഗർ അങ്ങ് അടിച്ച് കയറ്റണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ഇനി നമുക്ക് പായസം കൂടെ റെഡിയാവാൻ വയ്ക്കാം. പായസത്തിന് ഞാനിപ്പം ഇത് 1 ലിറ്റർ പാലിനാണ് കേട്ടോ, ഇത് 1 ലിറ്റർ പാലാണ് ഇതിൻ്റെ കണക്ക്. 1 ലിറ്റർ പാലിന് 200 ഗ്രാമിൻ്റെ പാക്കറ്റ്. അപ്പം ഞാനൊരു 1.5 ലിറ്റർ പാൽ ഞാൻ തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്, ഒരുമിച്ച് അങ്ങ് തിളപ്പിക്കാം, എന്നിട്ട് നമുക്ക് അതിനടുത്ത് മാറ്റാമല്ലോ. പിന്നെ നമുക്ക് കുറുകുന്നുണ്ടെങ്കിൽ അതിനൊഴിച്ച് നമുക്ക് കുറച്ച് ലൂസാക്കാമല്ലോ. ഒത്തിരി കുറുകിയ പായസം വേണ്ട, ഇഷ്ടമില്ല. അങ്ങനെ ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് മുറിച്ചിടണം, പിന്നെ കറിവേപ്പില. ഞാൻ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. നമുക്കിനി അവസാനം ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പിടാം. പിന്നെ മഴ എന്നെ ചതിച്ചു, അതുകൊണ്ട് എനിക്ക് മുല്ലപ്പൂ വാങ്ങിക്കാൻ പോകാനായില്ല. അപ്പോൾ ഇന്ന് മുല്ലപ്പൂ ഇല്ലാതെ വേണം ഫോട്ടോ എടുക്കാൻ. ഇന്നലെ നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നു ഇന്നലെ വാങ്ങിക്കേണ്ടിയെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ ഫ്രഷ് ആയിട്ട് പോയി വാങ്ങിച്ചിട്ട് വരാം, അച്ഛൻ്റെ കൂടെ ബൈക്കിലോ മറ്റും പോയിട്ട് വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അച്ഛനും പനിയായിട്ട് അച്ഛനും പണി മുടക്കി, പ്ലസ് മഴയും. ഇപ്പം കുറച്ച് മഴ കുറവുണ്ട്. വെയിൽ ഉദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പുറത്ത് പോകാൻ ഭയങ്കര മടിയാണ്. എൻ്റെ പാല് തിളപ്പിക്കാൻ വെക്കുകയാണ്. അമ്മയുടെ കയ്യിൽ പായസം ഉണ്ടാക്കുന്ന ചെറിയ പാത്രം ഇല്ല, എന്നിട്ട് എനിക്ക് വലിയ കലമാണ് നമ്മൾ ചോറ് വയ്ക്കുന്ന കലമാണ് അമ്മ തന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ചോദിച്ചു അടി കട്ടിയുള്ള ഒരു പാത്രം തരാൻ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു നീ ഉദ്ദേശിക്കുന്ന പോലത്തെ പാത്രം എനിക്കറിയില്ല, അങ്ങനത്തെ ഒരു പാത്രം എൻ്റെ അടുത്ത് ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ലാസ്റ്റ് എന്തെങ്കിലും ഒന്ന് താന്ന് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് ഈ വലിയ കലം എടുത്തു തന്നു. ഈ വലിയ കലത്തിൽ ആകപ്പാടെ പകുതി പോലും ഉണ്ടാവില്ല, പകുതി പോലും ഇല്ല പായസം, പകുതിയിലും താഴെ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ വർഷം ഉണ്ടല്ലോ ദാവൺഗരയിലായിരുന്നു കേട്ടോ എൻ്റെ കഴിഞ്ഞ ഓണം, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഓണത്തിൻ്റെ സമയത്ത് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ
പിന്നെ ഞാൻ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റു. കാരണം ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അവിടെ കുക്ക് ചെയ്യാൻ വേറെ ആരുമില്ലല്ലോ. അപ്പം ഞാൻ കറക്റ്റ് ഒരു 4 മണിക്ക് എഴുന്നേറ്റിട്ട് പരിപാടിയൊക്കെ തുടങ്ങി. അപ്പോൾ ഇന്നലെ അല്ല, അതിന് തലേ ദിവസം ഞാൻ പിന്നെ കുറച്ചൊക്കെ മുറിച്ച് വെച്ചിട്ട്, ഇല്ല ഞാൻ മുറിച്ച് വെച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ തേങ്ങയൊക്കെ ഞാൻ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തേങ്ങയൊക്കെ ഞാൻ ചിരകി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ പെട്ടെന്ന് 4 മണിക്ക് എഴുന്നേറ്റിട്ട് ഞാൻ എല്ലാ പരിപാടിയും ചെയ്തു. അതിനുശേഷം പിന്നെ പൂക്കൾ ഇടാനും ഹെൽപ്പ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. ഇതൊക്കെ എടുക്കുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആയിട്ടോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സത്യം പറഞ്ഞാൽ അന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ 1 മണി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ മഹേഷും അവരൊക്കെ അനിതമ്മയൊക്കെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നേ. അവർ അന്ന് മഹേഷിന് വർക്കിംഗ് ഡേ ആയിരുന്നു. അപ്പോൾ അവൻ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും സമയം 3 മണിയോ അങ്ങനെ എന്തോ ആയി. 3 മണി വരെ, പിന്നെ 1 മണി വരെ വെയിറ്റ് ചെയ്ത സ്ഥിതിക്ക് നമ്മൾ കുറച്ച് സമയമല്ലേ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അവർ ലേറ്റായിട്ട് 3 മണിക്ക് എത്തിയതാണ് കേട്ടോ. 3 മണിക്ക് ഫുഡ് കഴിച്ചു. അതായത് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ഞാൻ 3 മണിക്കാണ് ഫുഡ് കഴിക്കണേ. അയ്യോ, എനിക്കൊരു തലവേദന വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തലവേദന. അന്ന് ആ ഒരു ഓണം ആ ഉച്ചയ്ക്ക് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തലവേദന, എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല. എനിക്ക് വല്ലാത്ത പ്രശ്നം. അവിടുന്ന് തലവേദനയിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ 2 ദിവസം എനിക്ക് എന്ത് പറഞ്ഞിട്ടോ വേദന പോകുന്നില്ല. പിന്നെ അവിടുന്ന് ആ ഓണം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോഴേക്കും എനിക്ക് ഡെങ്കി വന്നു. പിന്നെ ആ ഡെങ്കിയിൽ തന്നെയായി ഞാൻ ഒരാഴ്ചയ്ക്ക് മുകളിൽ ഭയങ്കര കാലിനൈ വേദന, വയ്യായിക, പപ്പായയുടെ ഇലയുടെ ജ്യൂസ് കുടിക്കുക, ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞ. പക്ഷെ എൻ്റെ ഓണത്തിന് അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീട്ടിലേക്ക് വന്നു. അച്ഛനമ്മയൊക്കെ വന്നിട്ട് കുറച്ച് ഡെങ്കിയൊക്കെ നോർമൽ, അതിൻ്റെ കൗണ്ടൊക്കെ നോർമൽ ആയതിന് ശേഷം ഞാനിവിടെ വീട്ടിൽ വന്നു. കാരണം എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. അങ്ങനെ ഇവിടെ വീട്ടിൽ വന്നിട്ട് അപ്പോൾ ഒരു മാസം നിന്നു ഓണം കഴിഞ്ഞിട്ട്. അപ്പോൾ കഴിഞ്ഞ ഓണത്തിന് എനിക്ക് അതുപോലത്തെ ഞാൻ എൻ്റെ വിഷുവിനുടുത്ത അതേ സെറ്റും കൊണ്ട് കേട്ടോ ഞാൻ ഇന്നുടുത്തെ. 2 ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം അമ്മയും ഞാനും കണ്ണുമൊക്കെ. അച്ഛന് പനിയാണ്, അപ്പം അച്ഛൻ കിടക്കുകയാണ്. അപ്പം അച്ഛൻ പറഞ്ഞു ഞാൻ ഫോട്ടോയിൽ വരുന്നില്ല എന്ന് പറഞ്ഞു. ഒരു ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞു, മുഖത്തൊക്കെ ആകെ ക്ഷീണിച്ചുകൊണ്ട് അച്ഛൻ ഫോട്ടോയിൽ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വിചാരിച്ചു നമ്മൾ ഒരു ഫോട്ടോ എടുക്കാൻ, കാരണം നമ്മൾ എല്ലാ വർഷവും അതൊരു മെമ്മറി ആയിട്ട് ചെയ്യുന്നല്ലേ. അപ്പം അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ചെറിയൊരു മേക്കപ്പ് ചെയ്യാം. മേക്കപ്പ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാവാം. മേക്കപ്പൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്ന തന്നെയാണ്. മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. മേക്കപ്പ് ചെയ്യുമ്പോൾ ആക്ച്വലി കുറച്ച് സമയം നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കണം എന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് അതിനൊന്നുള്ള സമയം ഉണ്ടാവാറില്ല. അതുകൊണ്ട് പെട്ടെന്ന് പടപട നമുക്ക് ചെയ്യാം. ഇത് കൺസീലർ നമുക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കാം. കാരണം കണ്ണ് താഴേക്ക് ഒരുപാട് കറുപ്പുണ്ട്. ഇപ്പം യൂസ് ചെയ്തിരിക്കുന്ന ഈ ലിപ്സ്റ്റിക്ക് ലാക്മേയുടെ തന്നെ റോസി പ്ലം എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂഡ് കുഷൻ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് അതെന്തോ മാറിപ്പോയിട്ട് ഇത് റോസി പ്ലം ആയതാണ് കേട്ടോ. ഏതോ ഷെയ്ഡിൽ വന്ന മാറ്റം. പക്ഷേ കുറച്ച് എന്താ പറയുക, കുറച്ച് ഡാർക്കാണ്. പക്ഷേ ഒക്കേഷണലി ഒക്കെ നമുക്ക് ഇടാൻ പറ്റിയൊരു ലിപ്സ്റ്റിക് ഷെയ്ഡാണിത്. ഒരു കോംബ് ചെയ്യുമ്പോൾ മുടി ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ കൺമഷി എഴുതി, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. കൺമണി വന്നപ്പാ, കൺമണീൻ്റെ കോംബ് എടുത്തിട്ട് വരണം. കൺമണിയുണ്ട്. നമ്മൾ എന്നിട്ട് 2 ഫോട്ടോ എടുക്കാം അല്ലേ. ബാ വീടടങ്ങിയിരിക്കുക, ഈ സ്റ്റെപ്പിൻ്റെ മുകളിൽ ഇരിക്കാം. ബാ നീയോ അവിടെ വെക്കും. അമ്മ ഫുഡ് എങ്ങനെ ഇടുമേ? അമ്മേനെ ഉണ്ടാക്കി തന്നാലും പറഞ്ഞു. അമ്മക്ക് ഈ സദ്യയിൽ ഇഷ്ടപ്പെട്ട കറി പറ. അവിയലായിരിക്കും. ഒന്ന് പറ. ഇവരെല്ലാവരും കഴിച്ചു, ഞാൻ മാത്രം വെയിറ്റ് ചെയ്യും. ഞാൻ എന്തിനും വെയിറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു അമ്മ ഞാൻ ഇരിക്കുമ്പോൾ അമ്മ എനിക്ക് വിളമ്പി തരണം എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ ആൻറ്റി ജാനകി ആൻറ്റി വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ജാനകി ആൻറ്റീൻ്റെ കൂടെ ഞാനിരുന്ന് ഫുഡ് കഴിക്കാം. അപ്പം ഇല്ലെങ്കിൽ ആൻറ്റി ഒറ്റക്കാവില്ലേ. അപ്പോൾ ആൻറ്റി 2 മണിക്ക് വരുന്നത് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഒരുമിച്ച് കഴിക്കാം. പിന്നെ അച്ഛന് സുഖമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കഴിച്ചു. അതേ ഒരു പെട്ടെന്ന് ഇരുന്നേ. പിന്നെ അച്ഛന് വിശപ്പില്ല എന്ന് പറഞ്ഞത് അച്ഛൻ അതുപോലെ ചോറ് അവിടെ തന്നെ
കുറച്ചേ കഴിച്ചുള്ളൂ, കഴിച്ചിട്ട് ബാക്കി എഴുന്നേറ്റ് പോയി. അപ്പോൾ അതാരും കഴിക്കുമ്പോൾ കറി അതിൽ അവിയലെല്ലാം എടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറിയിലെടുക്കുക. ഞാൻ 1 വർഷം കഴിഞ്ഞിട്ട് സദ്യ കഴിച്ചത് കഴിഞ്ഞ ഇളയപ്പൻ്റെ പാലകാച്ചിൻ്റെ ടൈമിൽ, അതായത് ഈ കഴിഞ്ഞ 29-ന്. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ നല്ല ആഗ്രഹത്തോടെ കഴിച്ചു. പിന്നെ അന്ന് രാത്രി നമ്മളവിടെ തന്നെ കഴിച്ചു. അപ്പം എന്താ പറയുക, നല്ല കുറേ 1 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് കഴിച്ചുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഇന്ന് എന്തെങ്കിലും ഓണത്തിന് ഉണ്ടാക്കുമ്പോൾ 1 ദിവസത്തേക്ക് ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ ഒരു 2-3 ദിവസമൊക്കെ ഇവിടെ അതുപോലെ ബാക്കിയുണ്ടാവും. അപ്പം നമുക്ക് ആ സദ്യയോട്ടൊരു വല്ലാത്ത മടുപ്പ് തോന്നില്ലേ? അങ്ങനെ തോന്നിക്കല്ലേ എന്ന് പറഞ്ഞു. കാരണം അമ്മ എന്തുണ്ടാക്കിയാലും നല്ലോണം ഉണ്ടാക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കുറച്ച് ഇന്നെല്ലാം കറി ഉണ്ടാക്കിയിട്ടുള്ളൂ. പ്രത്യേകിച്ച് എരിശ്ശേരി, അമ്മ അവിയൽ മാത്രമേ നല്ലോണം വെച്ചിട്ടുള്ളൂ. അവിയലും സാമ്പാറും 2 ദിവസമൊക്കെ കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഒരു ദിവസം നമുക്ക് ഇഡ്ഡലി ആക്കാം കേട്ടോ. എന്നിട്ട് ഇഡ്ഡലി സാമ്പാറും നല്ല വറുത്തരച്ച സാമ്പാറിൻ്റെ കൂടെ ഇഡ്ഡലിയോ അല്ലെങ്കിൽ ദോശയോ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ? അപ്പം അത് ബാക്കിയുണ്ട്. സാമ്പാറും അവിയലൊക്കെ ബാക്കിയുണ്ടാവും. തോരനൊക്കെ ഇത്രയും വെച്ചിട്ടുള്ളൂ, 1/2 കിലോ പയറ് പോലും വെച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഇനി ഞാൻ കഴിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. വീഡിയോ ഒന്നും കൂടി അടുത്തടുത്ത് ക്ലോസ് ആയിട്ട് ഞാൻ എൻ്റെ ഐറ്റംസൊക്കെ കാണിച്ചു തരാൻ വിളമ്പിയിട്ട്. അപ്പോൾ വയറ് നിറയെ സദ്യയൊക്കെ കഴിച്ച് മുഖത്ത് സന്തോഷമില്ലേ? ഇപ്പം നമ്മൾ പാലട പായസം ഉണ്ടായിരുന്നു, പാലട പായസമൊക്കെ കഴിച്ചു. ഇനിയിപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോകാനുണ്ട്, ഷാനനെ ഞാൻ 12 വർഷത്തിന് ശേഷമാണ് കേട്ടോ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് അവളെ കണ്ടത് 2012-ലാണെന്നാണ് എൻ്റെ വിശ്വാസം. കുറേ നാൾ കൂടിയിട്ട് കാണുകയാണ്. എനിക്കറിയില്ല, ഷാന റെഡിയാണെങ്കിൽ ഞാൻ ഷാനനെ ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവരാം കേട്ടോ. ഇല്ലെങ്കിൽ ഇപ്പം എനിക്ക് വേറൊരു പ്രൈവസിയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ നോക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ചിലപ്പം വീഡിയോ എടുക്കുമ്പോൾ ചോദിക്കും ഞാൻ അവരുടെ അടുത്ത്. അപ്പോൾ അവർക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അവരെൻ്റെ വീഡിയോ കാണിക്കും കേട്ടോ. ഞാനൊരു 3 മണിയാകുമ്പോൾ പോകാമെന്നാണ് വിചാരിക്കണേ. ഇപ്പോൾ സമയമായിട്ടില്ല, കുറച്ച് നേരം ഇരുന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പോവാം. നമുക്ക് പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷം പറയാം. ഞാൻ വിചാരിച്ച പോലെ തന്നെ സംഭവം നടന്നു കേട്ടോ. അവിടെ പോയിട്ട് സംസാരം, നമ്മൾ 12 വർഷം ഞാൻ പറഞ്ഞു. എൻ്റെ ഒരു ഓർമ്മ, എനിക്ക് 2016 ഞാൻ അവളെ മീറ്റ് ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ 2012 നമ്മൾ മീറ്റ് ചെയ്ത കാര്യം എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ 12 വർഷം ശേഷം നമ്മൾ കണ്ടല്ലേ, നമുക്ക് സംസാരിച്ച് മദ്യമാവുന്നില്ല, അത്രയും സംസാരിച്ചു. എന്നിട്ട് എല്ലാം നമ്മൾ സംസാരിക്കുന്നതിന് മുന്നേ ഇടയ്ക്ക് വിചാരിച്ചു ചായ കുടിക്കുമ്പോൾ നമുക്കൊരു ഫോട്ടോ എടുക്കണമെന്ന്. പിന്നെ നമ്മളത് വിട്ടുപോയി. നമ്മളിങ്ങനെ സംസാരം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആകപ്പാട് ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഓർത്ത് ഒരു വീഡിയോ എടുക്കാണ്. അപ്പോൾ പറഞ്ഞു, ഈ കോലത്തിൽ എന്ത് വീഡിയോ എടുക്കുന്നത്, അടുത്ത പ്രാവശ്യം നമുക്ക് എന്തായാലും വീഡിയോ എടുക്കാം, നീ എന്തായാലും നിൻ്റെ വീഡിയോയിൽ പറയണം കേട്ടോ, ഇങ്ങനെ സംസാരിച്ച് അത്രയും ഇരുന്ന് മുഷിഞ്ഞുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാത്തതെന്ന് പറയണമെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു വരുമ്പോൾ. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ഞാൻ എത്ര മണിക്കാണ്, 3-3:30 അവിടെ പോയതാ. ഇപ്പോൾ സമയം 7 മണി അല്ല 7:30 ഇപ്പോഴാണ് വന്നത്. എനിക്ക് ഇനിയും സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് രാത്രിയാവുമെന്ന് വിചാരിച്ചിട്ട് വന്നതാ. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം ഞാൻ കുറേ നാൾ കൂടിയിട്ട് നമ്മുടെ ലൈഫിൽ ഒരു എന്തോ ഒന്ന് എനിക്ക് കളഞ്ഞു പോയ എന്തോ ഒരു സാധനം എനിക്ക് തിരിച്ചു കിട്ടിയ പോലെ. ഇപ്പോഴും സംസാരിക്കുമ്പോൾ ഒന്നിനും ഒരു കുറവില്ലല്ലോ, നമ്മൾ ഒരു രീതിയിലും ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നില്ല. ചിലപ്പോൾ നമ്മുടെ അന്നത്തെ ഒരു ബോണ്ടിൻ്റെ ഒരു കാര്യമായിരുന്നു. ഷാൻ എപ്പോഴും എനിക്കൊരു ഒരു പ്രൊട്ടക്ഷൻ പോലെ എൻ്റെ ചുറ്റും എനിക്ക് അങ്ങനെയായിരുന്നു. ഞാൻ കുറച്ചുകൂടി ഓസിലേറ്റിംഗ് ആയിരുന്നു എൻ്റെ മൈൻഡ്. ഞാൻ അത്ര ഒരു ബോൾഡൊന്നും ആയിരുന്നില്ല. പക്ഷെ ഷാന ഭയങ്കര ബോൾഡായിരുന്നു. അപ്പം കുറേ ഫ്രണ്ട്സിൽ എനിക്ക് കുറച്ചൊരു കൂടുതൽ പറയാൻ എനിക്കത് ഷാനയായിരുന്നു. എല്ലാവരെക്കാളും കൂടുതൽ ഒരു ഇമോഷണൽ എന്തോ ഒന്ന് എനിക്ക് അവളുടെ അടുത്ത് കൂടുതലുണ്ടായിരുന്നു. ചിലപ്പോൾ ആ ഒരു കൂടുതൽ ഉണ്ടായതുകൊണ്ട് തന്നെ ആയിരിക്കും ഇന്ന് നമുക്ക് അവളെ കാണുമ്പോൾ എനിക്ക് 12 വർഷത്തിൻ്റെ ഗ്യാപ്പ് ഫീൽ ചെയ്തിട്ടേ ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ ഒരു ഫ്രണ്ട് ഉണ്ടാവില്ലേ ലൈഫിൽ? അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ തിരിച്ച് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും അതെനിക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നോന്നും എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇല്ല, നമ്മൾ എന്തോ ഒരു ബ്രേക്ക് എടുത്തു, നമ്മൾ ഏതോ 2 നാട്ടിലായിരുന്നു എന്നേ ഫീൽ ആവുന്നുള്ളൂ. അല്ലാതെ എനിക്ക് അവളെ ഇത്രയും വർഷം ഞാൻ നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല. പോകുന്നത് വരെ എനിക്ക് ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. എന്നാലും എനിക്കൊരു 12 വർഷം അവൾ ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടത്തോടെ തന്നെ ഞാൻ പോയത്. ഞാൻ വിചാരിച്ചു അവിടെ പോകുമ്പോൾ അവളെ കാണുമ്പോൾ ഞാൻ എങ്ങനെ സംസാരിക്കുക, ഈ 12 വർഷത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും ഞാൻ റീസെൻ്റായി കണ്ട് നമ്മൾ ബൈ പറഞ്ഞു പോയി, പിന്നെയും വീണ്ടും കാണില്ലേ, അതുപോലെ 2 ആളെ പോലെ നമ്മൾ സംസാരിക്കുന്നത്. അപ്പം എനിക്ക് ഇന്നത്തെ എൻ്റെ ഈ ഓണം ദിവസം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് അവൾ തന്നെയാണ്. അവളുടെ എനിക്ക് ആ ഒരു മൊമെൻ്റാണ് എനിക്ക് ഇന്നത്തെ ദിവസം ഒരുപാട് ഓർത്ത് വെക്കാനുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഷാന തന്നെയാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ ഒത്തിരി വിശേഷം പറഞ്ഞു. നമ്മൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയുക, ചിരിക്കുക, കുറേയൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. നമ്മൾ ഓരോ സാറുമാരെ നമ്മൾ പഠിപ്പിച്ച് ടീച്ചേഴ്സിൻ്റെ ഒക്കെ പേര് ഓർത്തെടുക്കാൻ, അവരുടെ രൂപം ഓർത്തെടുക്കാൻ. പക്ഷേ എനിക്ക് കുറേ ആളൊക്കെ മറന്നുപോയി. അവർക്കെല്ലാവരും ഓർമ്മയുണ്ട്, പക്ഷേ എനിക്ക് കുറേ ആളൊക്കെ മറന്നുപോയി. പിന്നെ നമ്മൾ അന്നത്തെ കുഞ്ഞു ഫണി ഇൻസിഡൻസ് ഒക്കെ ഓർത്ത് ഇറ്റ് വാസ് ഫൺ. അത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എനിക്കിന്ന്. ഉച്ചയ്ക്ക് നല്ല ഹെവി സദ്യ കഴിച്ചിട്ട് നേരെ ഷാനയുടെ അടുത്ത് പോയി. ഷാന എനിക്കൊരു പാഷൻ ഫ്രൂട്ട് ജ്യൂസും പിന്നെ ബ്രെഡ് പോക്കറ്റ്, പിന്നെ എന്തായിരുന്നു, പിന്നെ ഉന്നക്കായ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞതാണ്, ഇതൊക്കെ കഴിക്കണമെങ്കിൽ ഞാൻ വയറ് കാലിയാക്കിയിട്ട് വരണം, എന്നാലേ ഇതൊക്കെ വയറ്റിൽ കൊള്ളുള്ളൂ. പക്ഷെ എന്നാലും ഒരു ആഗ്രഹം പോലെ 2 കഴിച്ചു, അത്രയേ ഉള്ളൂ. അപ്പം രാത്രി ഇന്ന് കാര്യമായിട്ട് ഭക്ഷണത്തിനൊന്നും ആവശ്യമില്ല, കാരണം അവിടെയും കഴിച്ചു, ഇവിടെ ഒരു സദ്യയൊക്കെ കഴിച്ചു. ഇതൊക്കെ തന്നെ ധാരാളമാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞ് വളരെ ചെറിയൊരു ഓണം വിശേഷങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയൊരു വ്ളോഗായിരുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.